വക്കഫുമായി പറഞ്ഞ എല്ലാം നുണയാ. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എങ്ങനെയാ ഇത്രയും ആധികാരികമായി പറയാൻ പറ്റും? ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞ നുണയാണ്. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി തള്ളിയല്ലോ, ബൈൻഡിങ് ആയി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കേസാ സുപ്രീം കോടതി തള്ളിയേക്കണേ? സുപ്രീം കോടതി സ്റ്റേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു, BJPക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയാം. ഇത് സുപ്രീം കോടതി കൺസിഡർ ചെയ്യാൻ പോവല്ലേ, ഡേറ്റ് ഇട്ടിട്ട് പോലും ഇല്ല. കേരളം, അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഗവൺമെന്റ് അതിൽ കക്ഷിയാകാൻ വേണ്ടി നമ്മൾ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആ കേരളം നൽകിയതിനകത്ത് 12ാമത്തെ പാരഗ്രാഫ് ക്രിസ്റ്റലി ക്ലിയർ ആണ്. അതിൽ നമ്മൾ 3 ഭാഗം പറഞ്ഞു. വഖഫ് എന്നുള്ളത് ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ അമുസ്ലിമുകൾക്ക് അവിടെ ഉൾപ്പെടുത്തുന്നത് യുക്തിരഹിതമാണ്. 2, ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്, മൗലികാവകാശങ്ങൾ വിരുദ്ധമാണ്. 3, ഈ 14 വെച്ച് പോവുകയാണെങ്കിൽ വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റിയുമാകാം ഈ ബോർഡിനകത്ത്. ഇത് പൊസിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരളം. ഗവൺമെന്റ് കണ്ടിന്യൂറ്റി ആണല്ലോ. ആ ഗവൺമെന്റിന്റെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കേസ് തള്ളി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോ എവിടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ഓഫീസ് ഒന്നും നോക്കുന്നില്ലേ? ഈ കേസ് ഇപ്പോഴും ഉണ്ട്, അതിന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല, ഗൗരവമായ പ്രശ്നമാണ്. 2, അദ്ദേഹം പറഞ്ഞത് എന്താ? രണ്ടാമത്തേത്, ഇത് പറഞ്ഞിട്ട് ഒന്ന് കടത്തി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വർഗീയത പ്രചരിപ്പിക്കുന്നു. മുസ്ലിം വിശ്വാസം അനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവരെ പാടുള്ളൂ എന്ന നിലപാട് BJP, ഇവരെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാട് ഇപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുമ്പോൾ BJPയുടെ വ്യക്തമായിട്ട് ശ്രീ VD സതീശൻ പറയാണ് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്നു. എനിക്കൊന്ന് KC വേണുഗോപാലിന് ഉദ്ദേശിച്ചിട്ടായിരിക്കും. പാർലമെന്റിൽ ശക്തമായിട്ട് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞത് KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസിന്റെ സമീപനത്തിന് ഘടകവിരുദ്ധമായിട്ട് നിലപാട് സ്വീകരിച്ചത്. വഖഫ് ബോർഡിനകത്ത് ഇതര മുസ്ലിം ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള നിലപാട് വർഗീയമാണ് എന്ന് പറഞ്ഞാൽ, ഉൾപ്പെടുത്തരുത് എന്ന നിലപാട് പറയുന്നത് വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏത് പാർട്ടിയിലപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്നത്? രാഹുൽ ഗാന്ധിയും ഇവരെല്ലാം നയിക്കുന്ന കോൺഗ്രസിനകത്ത് തന്നെയാണോ അദ്ദേഹം നിൽക്കുന്നത്? അത് BJPയുടെ വാദമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്തതൊന്ന് നോക്കൂ. അദ്ദേഹം പറഞ്ഞു ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി, കേരളത്തിലാണ് പിണറായി ഗവൺമെന്റ്, അവരാണ് ഇത് നോട്ടിഫൈ ചെയ്തത്. അപ്പൊ തമിഴ്നാടിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഞാൻ നോക്കിയായിരുന്നു. തമിഴ്നാട് നോട്ടിഫിക്കേഷൻ 28/11/2025. 2025 നവംബർ 28 തമിഴ്നാട് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ, ദി ഗവൺമെന്റ് ഹാവ് therefore decided to constitute the തമിഴ്നാട് വഖഫ് ബോർഡ് by appointing the following persons as members. ഇത് വരുന്നത് നവംബർ 2025 നവംബർ 28. ഏറ്റവും കുറഞ്ഞത് ഈ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി ഉണ്ടല്ലോ, ആ മന്ത്രി പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, മുസ്ലിം ലീഗ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ തിരു കെ നവസാനി MP, അദ്ദേഹം ഉൾപ്പെടെയുള്ള ഇതിനകത്ത് പ്രധാനമായി നയിക്കുന്നത് ലീഗിന്റെ ആളുകൾ കൂടി ഉള്ളതാണ് തമിഴ്നാടിന്റെ ബോർഡ്. ആ തമിഴ്നാടിന്റെ ബോർഡ് DMK ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കൂ. കേരളത്തിന്റെ ഗസറ്റിന്റെ ഡേറ്റ് 4/2/2026. 2026 ഫെബ്രുവരി കഴിഞ്ഞിട്ടാണോ 2025 നവംബർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വരുന്നത്? ഇതല്ല ഇപ്പൊ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. പണ്ടത്തെ പോലെ ഇങ്ങനെ പറഞ്ഞ് വാചക കസർത്ത് കൊണ്ടും ശരീരഭാഷ കൊണ്ടും നിൽക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയാണ്, പഴയ പ്രതിപക്ഷ നേതാവല്ല. വസ്തുതകൾ ആധികാരികം ഉറപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം സ്റ്റേ ഇല്ല, അതുകൊണ്ട് BJP ഗവൺമെന്റുകൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ അതിന് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുന്നു, ഞങ്ങളുടെ നിലപാട് ഇപ്പൊ മാറി എന്ന് പറയാലോ. ഇവർ അദ്ദേഹം പിന്നെ പറഞ്ഞത് അവരെഴുതി വെച്ചിട്ടുണ്ട് 2 നോൺ മുസ്ലിമുകളെ പിന്നെ ഉൾപ്പെടുത്തും, 2 3 പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവരെ എന്താ എഴുതി വെച്ചത്? അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 2 members ഷാൽ ബി മെയ്ഡ് ഷോർട്ട്ലി. ദ അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 2 members. റിമൈനിങ് 2 members ബാർ കൗൺസിൽ മുസ്ലിം അമുസ്ലിം ആണോ?
അല്ലല്ലോ, ഇതിനകത്തും ഇന്ന് രണ്ട് മുസ്ലിം ഇതര വേണമെന്ന് നിയമം പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെ ഒഴിവാക്കിയിട്ടിരിക്കുന്നു. അത് എവിടെയെങ്കിലും നോൺ മുസ്ലിം എന്ന പരാമർശം ഈ നോട്ടിഫിക്കേഷനകത്തുണ്ടോ? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിന്റെ നേരത്തെയുള്ള ഗവൺമെന്റ് തുടർച്ചയാണല്ലോ. ആ ഗവൺമെന്റ് ഓർഡർ നിൽക്കല്ലേ, വിജ്ഞാപനം നിൽക്കല്ലേ. ഇത് സാധാരണ പൗരൻ പോലും ആകേണ്ട ഏതൊരാൾക്കും ലോകത്ത് കിട്ടാവുന്നൊരു ഡോക്യുമെന്റ് നിൽക്കുമ്പോൾ ആ ഡോക്യുമെന്റ് ഘടകവിരുദ്ധമായിട്ട് ആധികാരികമെന്ന മറ്റും നുണകൾ എങ്ങനെ കേരളത്തിന് മുഖ്യമന്ത്രിക്ക് വിളമ്പാൻ കഴിയുന്നു? അതല്ലേ ഇതിനകത്ത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ എന്താ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ കേസ് തള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, കേസ് ഡിസ്മിസ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത് നോക്ക്, വായിക്കണ്ടേ? അദ്ദേഹം നന്നായി വായിക്കുന്ന ആളാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും അദ്ദേഹം തന്നെ പറയാറുണ്ട്, നാലാമത്തെ പേര്, ടേക്കിംഗ് നോട്ട് ഓഫ് ഓൾ ദ എബോവ് ഫാക്ട്സ് ആൻഡ് ഇൻഫേമിറ്റീസ് ദ ഗവൺമെന്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട്. ഞാൻ പലവണ വായിച്ചിട്ടുള്ളതാണ്. ദ ബോർഡ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 ഓഫ് ദ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് 1995 ഇൻ ദ എബോവ് സർക്കംസ്റ്റൻസസ്. എന്ന് വെച്ചാൽ ഈ കേസിൽ 4 കക്ഷികളും ആവശ്യപ്പെടുന്നത് ഈ 14ാമത്തെ വകുപ്പ് അനുസരിച്ചുള്ള പ്രാതിനിധ്യം ഈ ബോർഡിൽ ഇല്ല എന്നതാണ്. BJP-യുടെ നേതാവ് ഉൾപ്പെടെയും മറ്റ് കേസുകളിലും ആവശ്യപ്പെടുന്നത് എന്താ? 14ാമത്തെ സെക്ഷൻ അനുസരിച്ച്, വകുപ്പ് അനുസരിച്ചിട്ടല്ല ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ കേസിന് എന്താ ആവശ്യം? ഇൻ ദ എബോവ് സർക്കംസ്റ്റൻസസ്, ഞങ്ങൾ ഇത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചത് കൊണ്ട് ഈ മോൾ പറഞ്ഞ കാരണങ്ങൾ, ദിസ് പെറ്റീഷൻ ഡിവോയ്ഡ് ഓഫ് എനി മെറിറ്റ്സ് ആൻഡ്, പിന്നെ മെറിറ്റില്ല. നിങ്ങൾ കോടതി പോയിട്ട് ആവശ്യപ്പെടുന്ന കാര്യം മുഴുവൻ പ്രതിഭാഗം പറയും, ഞങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് പറയാണ് ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു, പിന്നെ കേസ് എവിടെ നിൽക്കും? കോടതി എന്ന് പറയില്ല ഇനി എന്തിനു സമയം കളയാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ എന്താ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം 2 മുസ്ലിം ഇതരർ വേണം, വേറെ ചില അനുബന്ധ ആവശ്യങ്ങളും ഉണ്ട് വേറെ കേസുകളിൽ. ഇതെല്ലാം വരുന്നത്, അനുബന്ധ ആവശ്യം വരുന്നത്, ഈ ആവശ്യം വരുന്നത് 14 അനുസരിച്ച് പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം. ഗവൺമെന്റ് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, കോടതിയുടെ ലൈവ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. അത് പറയുന്നുണ്ട് നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം. പിന്നെ കേസ് 2 ചായ അങ്ങോട്ട് ഗവൺമെന്റിന് വാങ്ങിച്ചു കൊടുത്ത് പ്രതികൾ പോകാമെന്നല്ലാതെ പിന്നെ വക്കീലിന് കാശ് കൊടുക്കാൻ ആരെങ്കിലും നിൽക്കുമോ? എന്നിട്ട് എങ്ങനെ ഞങ്ങൾ കേസ് തള്ളാൻ പറഞ്ഞു, കേസ് തള്ളാൻ പറയാം. എങ്ങനെ? ഇത് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തുകൊണ്ട് 2 പേരെ വയ്ക്കാതിരുന്നത്? ആളെ കിട്ടാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അപ്പൊ ഏതോ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല, തമിഴ്നാടിന്റെ കേസ്, അത് എൻറ്റയർലി ഡിഫറൻസ്. ഏത് ഡിഫറൻസ്? എന്നിട്ട് അദ്ദേഹം നോൺ മുസ്ലിമാണ്. അപ്പൊ ആ നോൺ മുസ്ലിമിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ആ നോൺ മുസ്ലിമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തമിഴ്നാടിന്റെ നേരത്തെ ഗവൺമെന്റ് സ്റ്റാൻഡാണോ? നിങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പാർട്ടി കൂടി ഉൾക്കൊള്ളുന്ന വഖഫ് ബോർഡ് അവിടെ നിയമിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലല്ലോ. ശരിക്കും പറയേണ്ടി സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത് ഇത്രയും ഗൗരവമായ പ്രശ്നങ്ങൾ കേരളം ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. അതുവരെ ഈ സ്ഥിതി തുടരാൻ അനുവദിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ബോർഡിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം 22ാമത്തെ വകുപ്പ് വളരെ റിലവൻ്റ് ആണ്. ബോർഡിനുള്ള വേക്കൻസി ഉണ്ടായാലോ, ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡിഫക്റ്റ് ഉണ്ടായാലോ, ആ ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനവും അസാധുവാവില്ല. ഇതാണ് 22ാം വകുപ്പ്. ആ വകുപ്പാണ് ഈ കേസ് ഇപ്പോൾ തുടങ്ങിയത്. നേരത്തെ ഈ വഖഫ് ആക്ട് പാസ്സായി കഴിഞ്ഞപ്പോൾ കേരള ഹൈക്കോടതിയിൽ കേസ് വന്നു, ഇവനനുസരിച്ച് ഉടൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ കേസ് നിൽക്കുമ്പോഴേ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അന്ന് ഞാനിപ്പോൾ കടലാസിലേക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കുമ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഈ കാര്യം, ഞങ്ങൾ ഇതാ ഒഴിച്ചിട്ടിരിക്കുമ്പോൾ. അപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് കേസ് ഡിസ്പോസ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ പൊസിഷൻ. ഇതാ അവിടെ എടുത്തത്. ആ പൊസിഷൻ മാറി പൂർണ്ണമായിട്ടും BJP-ക്ക് വിധേയമായ വർഗീയവാദിയായി മാറിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിനെ പോലും മറികടന്നുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇത്രയും പ്രകടമായി ഇത് എങ്ങനെ പറയാൻ പറ്റുന്നു?